2 ദിവസം വെയിറ്റ് ചെയ്തു, 3 ദിവസം വെയിറ്റ് ചെയ്തു. അമ്മ മാതാവിൻ്റെ ഉപ്പും വെഞ്ചരിച്ച തൈലവും ഞാൻ അവിടെ മിക്സ് ചെയ്തു തേച്ചിട്ട് പിറ്റേ ദിവസം പപ്പ പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന. അവൻ്റെ പപ്പ ദുബൈയിലാണ്. അപ്പം അമ്മ മാത്രമാണ് നാട്ടിൽ. അപ്പം അത്രമാത്രം കെയർ ചെയ്താണ് ഞാൻ അവനെ നോക്കുന്നത്. അപ്പം പെട്ടെന്ന് ഇവൻ ഇങ്ങനെ കാണപ്പെട്ടതുകൊണ്ട് എല്ലാവരും എന്നോട് ചോദിക്കാൻ തുടങ്ങി, നീ എന്താ ശ്രദ്ധിക്കാഞ്ഞേ, എല്ലാവരുടെയും വഴക്ക് കേൾക്കാൻ തുടങ്ങി. പക്ഷെങ്കിൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അത് ഡോക്ടർ ഒന്നും പറയാതെ അവൻ്റെ കാൽ അത്രയുടെ ഓപ്പൺ ചെയ്തു. ഞങ്ങളോട് സൈൻ പോലും വാങ്ങിക്കാതെ വീട്ടിൽ വന്ന് അവൻ്റെ ഡ്രസ്സിങ് മാറ്റാൻ നേരമാണ് ഞങ്ങളത് ഓപ്പൺ ചെയ്തതായിട്ട് കാണപ്പെട്ട്. 2 ദിവസം കഴിഞ്ഞിട്ടും കുഞ്ഞിന് നീരും സ്വെല്ലിങ്ങും ഉണ്ടായി. 3-ാമത്തെ ദിവസം ഞങ്ങൾ പുഷ്പഗിരി കൊണ്ടുപോയി CT സ്കാനും MRIയും ചെയ്തപ്പം കുഞ്ഞിനി ഭാവി നടക്കാൻ സാധിക്കില്ല, വെയിൻ ക്ലോട്ടഡ് ആയി, ആർട്ടറി ക്ലോട്ടഡ് ആയി എന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷേ അവർക്ക് ട്രീറ്റ്മെൻറ്റ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്താ ചെയ്യേണ്ടതെന്ന് അവർക്കറിയില്ല. ഞങ്ങളോട് 3 ദിവസം അവിടെ അഡ്മിറ്റ് ചെയ്തു. ആൻറ്റിബയോട്ടിക് തന്ന് ഇൻഫെക്ഷൻ കുറച്ചു. പക്ഷേ സ്വെല്ലിങ് അങ്ങനെ തന്നെ കാണപ്പെട്ടു. പക്ഷേ കുഞ്ഞിന് ഭയങ്കര ബുദ്ധിമുട്ട്, നടക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ വീണ്ടും ഉപ്പും തൈലവും പുരട്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, അമ്മ മാതാവേ ഇത് മാറ്റണേ എന്ന് കരഞ്ഞ് അപേക്ഷിക്കാൻ തുടങ്ങി അമ്മ മാതാവിൻ്റെ മുന്നിൽ. എനിക്ക് വേറെ ആശ്രയം ആരുമില്ല, അമ്മ മാതാവ് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. 3 മാസത്തിന് ശേഷം എല്ലാ ഫ്രൈഡേ അവിടെ പോയി വിസിറ്റ് ചെയ്യണം. പക്ഷെ അവർ മെഡിസിൻ തരില്ല. എന്താണെന്ന് ചോദിച്ചാൽ അവർ പറയും അവർക്കറിയില്ല ഇത് മാറാൻ എന്താ ചെയ്യാമെന്ന്. അവൻ ഒരു മെഡിസിനും കഴിക്കാതെ 3 മാസത്തിന് ശേഷം അവിടെ ഇപ്പം ആ ഓപ്പൺ ചെയ്ത പാട് മാത്രം, ആ സ്റ്റിച്ച് ചെയ്ത പാട് മാത്രമേ ഉള്ളൂ. സ്വെല്ലിങ് എല്ലാം പൂർണ്ണമായി മാറി അവൻ നല്ലപോലെ നടക്കാൻ തുടങ്ങി. ഇത്രയും അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി.